വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്ന നമ്മളുടെ ചില ഹൃദയ രഹസ്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്. ഒരിക്കൽ ഒരു പ്രൊഫസർ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് റോഡിലേക്ക് ഓടി വരികയാണ്. അദ്ദേഹം കോളേജിൽ പോകാൻ താമസിച്ചിരിക്കുകയാണ്. ഓടി വന്ന ഉടനെ ഒരു ടാക്സി കണ്ടു, കൈ കാണിച്ച് നിർത്തി ടാക്സിയിൽ കയറിയ ഉടനെ പ്രൊഫസർ പറഞ്ഞു, വേഗം വിടെന്ന് പറഞ്ഞു. ഡ്രൈവർ വേഗം വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ അക്ഷമനായി കാറിലിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് പ്രൊഫസർക്ക് മനസ്സിലായത് ഈ ഡ്രൈവറിനോട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് താൻ പറഞ്ഞില്ലായിരുന്നു. ഉടനെ പ്രൊഫസർ ഡ്രൈവറിനോട് ചോദിച്ചു, നിങ്ങളോട് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞായിരുന്നോ? അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഇല്ല സർ. പിന്നെ നിങ്ങളിത് എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഡ്രൈവറുടെ മറുപടി ഇതായിരുന്നു, സാറ് കയറിയ ഉടനെ എന്നോട് പറഞ്ഞത് വേഗം വിടെന്നാണ്. ഞാൻ എൻ്റെ പരമാവധി വേഗത്തിൽ കാറ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ചെറിയൊരു കഥയിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളും നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുമൊക്കെ എല്ലാം വളരെ വേഗത്തിൽ നേടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ പഠിക്കുന്നു, വളരെ വേഗത്തിൽ ജോലി കിട്ടുന്നു, വളരെ വേഗത്തിൽ സമ്പാദിക്കുന്നു, വളരെ വേഗത്തിൽ കുടുംബമാകുന്നു. കഴിഞ്ഞ കാലഘട്ടത്തെയൊക്കെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ, എല്ലാം വളരെ ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ പെട്ടെന്ന് നമ്മളോട് ആരെങ്കിലും പറയുകയാണ്, ഹോൾഡ് ഓൺ, ഒന്ന് നിൽക്ക്, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ, അഥവാ നിന്റെ ഹൃദയം നിന്നെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു നിമിഷം പകച്ചു പോകാവുന്നതാണ് നമ്മളുടെ മനസ്സ്. സാധാരണ രീതിയിൽ ചില സ്കൂളുകളിലും കോളേജുകളിലും ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിലും ഒക്കെ നടക്കുന്ന സെമിനാറുകളിൽ ചോദിക്കാറുള്ളൊരു ചോദ്യം, നമ്മളുടെ വീട്ടിലുള്ളവരോട് നമ്മളോട് തന്നെ ചോദിച്ചാൽ എന്തുത്തരമാണ് കിട്ടാൻ പോകുന്നത്? ചോദ്യം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെല്ലാം അത്തരം ആഗ്രഹങ്ങളാൽ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവരാണ്. ഇന്നത്തെ തലമുറയെ ഈ ലോകം പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്, നിങ്ങൾക്കൊരു കൃത്യമായ ആഗ്രഹമുണ്ടാകണം, ആ ആഗ്രഹത്തെ നിങ്ങൾ പേഴ്സ്യൂ ചെയ്യണമെന്നാണ്, പിന്തുടരണമെന്നാണ്. ഇങ്ങനെ സ്വന്തമായ ഒരു ആഗ്രഹം എഴുതാൻ പറഞ്ഞാൽ എല്ലാവരും എഴുതും. എന്നാൽ ദൈവമക്കൾ പോലും പലപ്പോഴും എഴുതാനായി വിട്ടുപോകുന്ന ഒരാഗ്രഹമാണ് ഈശോ നമ്മൾ ആഗ്രഹിക്കണമെന്ന് കരുതി വച്ചിരിക്കുന്ന ഒരാഗ്രഹം. അതായത്, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ള ആഗ്രഹം. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാവരും പറയുമായിരിക്കും, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മളുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മുടെ ദൈവം ഹൃദയങ്ങളിലെ വിചാരങ്ങളെ അളക്കുന്നവനാണ്. നമ്മുടെ ഈശോയുടെ വചനത്തെക്കുറിച്ച് തന്നെ പറയുന്നതാണ്, നമ്മളുടെ ഹൃദയത്തിലെ തോട്ട്സും ഇൻറ്റൻഷൻസും എല്ലാം അറിയാൻ കഴിവുള്ള അത്ഭുതകരമായ ഒന്നാണ് ദൈവത്തിൻ്റെ വചനം അഥവാ ഈശോ എന്ന് പറയുന്നത്. ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിലെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എന്താണ്, ആഗ്രഹം എന്താണെന്ന് അറിയാം. അതുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്, അവരെക്കുറിച്ച് അവനോട് ആരും സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ സത്യം വെളിപ്പെടുത്താനായിട്ട് ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു ചെറിയ കുറിപ്പ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾ മരിക്കുവാൻ സാധ്യതയുള്ള ഒരു ശാരീരിക അവസ്ഥയിൽ ICUവിൽ കിടക്കുകയാണ്. ആളുകളൊക്കെ വന്ന് കാത്തിരിപ്പുണ്ട്, പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട്, ആരെയും അകത്ത് കയറ്റി വിടുന്നില്ല. പെട്ടെന്ന് തേജസ്വിയായ ഒരു ചെറുപ്പക്കാരൻ ആ ICUവിലേക്ക്, ഈ രോഗിയുടെ അടുക്കലേക്ക് കയറി വന്നിട്ട് അദ്ദേഹത്തെ തട്ടി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്, എന്നെ പരിചയമുണ്ടോ?
അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആരാണ്? ഞാൻ നിന്റെ കാവൽ മാലാഖയാണ്. ഞാൻ വന്നത് നിന്റെ സമയം കഴിഞ്ഞു, നിന്നെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാനാണ്. പ്രിയമുള്ളവരെ, ഈ വാർത്ത ആ രോഗിയോട് പറയുമ്പോൾ ആ രോഗിയുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വാർത്ത ഒരു ഡോക്ടറാണ് ആ രോഗിയോട് പറയുന്നതെങ്കിൽ ആ രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും? മാലാഖ പോട്ടെ, ഡോക്ടർ വന്ന് പുറത്ത് കാത്തിരിക്കുന്നവരോട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തീർച്ചയായും മരണം വേദനാജനകമാണ്. എന്നാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് പോലും വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകുവാൻ ഭയമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഭൂമിയിൽ കഴിയുന്നത്ര കാലമായിരിക്കുകയും അവസാനം രക്ഷയില്ലാതെ വരുമ്പോൾ, ഈ ദേഹം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ പിന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. ഇതിലേതിലെങ്കിലും പോകണമെന്ന് വരുമ്പോൾ എനിക്ക് സ്വർഗം മതി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ കള്ളത്തരം നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പിതാവായ ദൈവത്തോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ, സ്വർഗത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നൊക്കെ പറയുമ്പോൾ, സ്വർഗമാണ് എൻ്റെ ലക്ഷ്യമെന്നൊക്കെ പറയുമ്പോൾ, നമ്മുടെ പിതാവിന് നമ്മുടെ ഹൃദയം അറിയാം. ഈ ലോകത്തിൽ നമുക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കണം, അത് സത്യം തന്നെയാണ്. എന്നാൽ ദീർഘായുസ് നേടിയ ഒരു മനുഷ്യനോട് പോലും നമുക്കിപ്പോൾ സ്വർഗത്തേക്ക് പോകാമെന്ന്, അഥവാ സ്വർഗത്തേക്ക് പോകാനുള്ള സമയമായെന്ന് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ അതിന് പറയുവാൻ കഴിവുള്ള ആരെങ്കിലുമോ ഒരു വർത്തമാനം അങ്ങോട്ട് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ അത് എത്രത്തോളം സന്തോഷം നൽകുമെന്ന് ചിന്തിച്ചു നോക്കുക. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകാൻ ഭയപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരുടെയുമല്ല. നമുക്കറിയാം, ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് വിശ്വാസത്തെ സംരക്ഷിക്കുന്ന അനേകം വിശ്വാസ വീരന്മാരുടെ ലോകത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തെ ഒരു സ്വയ അവലോകനം നടത്തുവാൻ വേണ്ടി, സ്വന്തമായി ഒന്ന് വിചിന്തനം നടത്തുവാൻ വേണ്ടി മാത്രമാണ്. തീർച്ചയായും സ്വർഗത്തിൽ പോകുന്നത് നമുക്ക് സന്തോഷകരമാണെങ്കിൽ നമുക്ക് ആനന്ദിക്കാം. നമ്മൾ ശരിയായ പാതയിൽ തന്നെയാണ്. എന്നാൽ ഇത് ഒരു ആത്മശോധനയുടെ നിമിഷമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുവാനായി ഹൃദയം ഒരുക്കിയിരിക്കുന്ന ആളുകളുടെ ജീവിതം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈശോയുടെ വചനം ഇങ്ങനെ പറയുകയാണ്: നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായി ബൈബിൾ പറയുന്നത് നമ്മളുടെ ഹൃദയം നമ്മൾ സ്വർഗത്ത് വയ്ക്കണം എന്നാണ്. ഒരിക്കലൊരു മനുഷ്യൻ വലിയൊരു മഞ്ഞുമല കയറുകയാണ്. ഈ മഞ്ഞുമല കയറുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം പ്രതിസന്ധികൾ നേരിടാനുണ്ട്. ഈ കയറിപ്പോകുന്ന ഘട്ടങ്ങളിൽ ചില ആളുകളെയൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്. ചിലരൊക്കെ കൂട്ടത്തിൽ മല കയറുന്നവരാണ്, ചിലരൊക്കെ മല കയറുന്നവരെ സഹായിക്കുന്നതിലൂടെ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നവരാണ്. അങ്ങനെ എന്ത് പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വഴിയിൽ സഹായിക്കുവാനായി നിന്നിരുന്ന ഒരാൾ വളരെ അത്ഭുത പരതന്ത്രനായി ഇയാളോട് ചോദിക്കുകയാണ്: എങ്ങനെയാണ് ഈ ഇത്രയും പ്രതിസന്ധികൾ വന്നിട്ട് നിങ്ങൾ വീണ്ടും ഈ മല മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്, മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്? ഉടനെ അയാൾ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത്: എൻ്റെ ഹൃദയം ഞാൻ ഓൾറെഡി മലയുടെ മുകളിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഹൃദയം അവിടെയാണ്. അത് കാരണം ഇനി ഈ ശരീരത്തെ എനിക്ക് അവിടെ എത്തിക്കാതിരിക്കാൻ പറ്റുകയില്ല. പ്രിയമുള്ളവരെ, ഇതൊരു താത്വികമായ ഒരു ഉദാഹരണമാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഇതാണ്: അവരെന്ത് നേടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ അവരുടെ ഹൃദയം കൊണ്ടുപോയി വയ്ക്കും. മറ്റൊന്നും അവർക്ക് കാണാൻ സാധിക്കുകയില്ല. കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ ഒരുപക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും.
ഒരു രാജാവ് തൻ്റെ 3 രാജകുമാരന്മാരുമായി വേട്ടയാടാൻ പോവുകയാണ്. ഇങ്ങനെ രാജാവ് വേട്ടയാടാൻ പോകുമ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ള മക്കളിൽ ഏറ്റവും മിടുക്കൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അവനെ ഏൽപ്പിക്കുക എന്നതാണ് രാജാവിൻ്റെ ലക്ഷ്യം. ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ രാജാവ് ഒരു ഉണങ്ങിയ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു കുരുവിയെ കണ്ടു. ഈ കുരുവിയെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. ഈ സമയമാണ് എൻ്റെ രാജകുമാരന്മാരെ പരീക്ഷിക്കുവാൻ പറ്റിയ സമയം. അദ്ദേഹം അതിൽ ഒന്നാമനെ വിളിച്ചിട്ട് അവൻ്റെ കയ്യിൽ അമ്പും വില്ലും കൊടുത്തിട്ട് ആ കുരുവിയുടെ നേരെ തൊടുക്കാൻ പറഞ്ഞതിന് ശേഷം അങ്ങനെ തൊടുത്ത് നിർത്തി നിൽക്കുമ്പോൾ അവനോട് ചോദിച്ചു, നീ ഇപ്പോൾ എന്ത് കാണുന്നു? ആ രാജകുമാരൻ മറുപടി പറഞ്ഞു, ഞാൻ നദി കാണുന്നു, മരങ്ങൾ കാണുന്നു, ആകാശം കാണുന്നു, മേഘം കാണുന്നു, അമ്പും വില്ലും കാണുന്നു. ഇങ്ങനെ ഇവനെല്ലാം പറയുകയാണ്. രാജാവ് അവനോട് അമ്പെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ചയക്കുന്നു. രണ്ടാമനെ വിളിക്കുന്നു. രണ്ടാമൻ അമ്പ് തൊടുക്കുവാൻ ഏൽപ്പിച്ചിട്ട് രാജാവ് ചോദിച്ചു, നീ എന്ത് കാണുന്നു? അവന് പറഞ്ഞു, മരങ്ങൾ കാണുന്നു, മേഘങ്ങൾ കാണുന്നു, ഞാൻ ആ ഉണങ്ങിയ മരം കാണുന്നു, അതിലിരിക്കുന്ന കുരുവിയെ കാണുന്നു. രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും അമ്പും വില്ലും വാങ്ങിയിട്ട് അടുത്തയാളെ വിളിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് രാജാവ് അവൻ്റെ കയ്യിൽ അമ്പ് തൊടുക്കുവാനായി ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ എന്ത് കാണുന്നു? ഈ മൂന്നാമൻ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നാണ് ഈ സാരോപദേശ കഥയിൽ പറയുന്നത്. മൂന്നാമൻ പറഞ്ഞത്, ഞാൻ ആ 2 ചിറകുകളും ഒരുമിച്ച് ചേരുന്ന കുരുവിയുടെ മുതുകിലെ മധ്യഭാഗം കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഇപ്പോൾ അമ്പ് തൊടുക്കുക. അങ്ങനെ ആ രാജകുമാരൻ അമ്പ് തൊടുത്തു. അവന് ആ കിളിയെ കിട്ടിയെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, പണ്ട് കാലത്ത് ഭരണ നൈപുണ്യമുള്ളവരും ശ്രേഷ്ഠരായ വ്യക്തികളുമൊക്കെ ഏറെ പ്രകീർത്തിച്ചിരുന്നൊരു ഗുണമാണ് ഏകാഗ്രതയോടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നോക്കുക എന്നുള്ളത്. നമ്മളുടെ ജീവിതത്തിൽ എന്താണോ നമ്മൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്വഭാവമുള്ളൊരു വ്യക്തിക്കാണ് അത് കിട്ടുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഈ രാജകുമാരൻ അത് മാത്രമേ കാണുന്നുള്ളൂ. നമ്മളുടെ കർത്താവിൻ്റെ ജീവിതം എടുത്തു നോക്കുക. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ അവിടുത്തെ സംസാരം മുഴുവൻ സ്വർഗത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണ്. പൗലോസ്ലീഹായുടെ ജീവിതം എടുത്തു നോക്കുക. പൗലോസ്ലീഹായുടെ സംസാരം മുഴുവൻ, ജീവിതം മുഴുവൻ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നൊരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തി ഗൾഫിൽ ജോലിക്ക് പോകുന്നു എന്നിരിക്കട്ടെ. ആ ഗൾഫിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജോലിയിലും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം നിരവധി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഹൃദയം എവിടെയായിരിക്കും? സ്വന്തം നാട്ടിലായിരിക്കും. എൻ്റെ സ്വന്തം നാട്ടിൽ എനിക്ക് ഭവനമുണ്ടാകണം, എൻ്റെ സ്വന്തം നാട്ടിൽ എനിക്ക് സമ്പാദ്യമുണ്ടാകണം. യഥാർത്ഥത്തിൽ അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, അദ്ദേഹം ജീവിതത്തിൽ വിജയിക്കുന്നുണ്ട്, ചില മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നുണ്ട്, ഒരുപക്ഷെ നല്ല വീട് സ്വന്തമാക്കുന്നുണ്ട്. ഇതെല്ലാം ഗൾഫിൽ താമസിക്കുന്ന ഒരാൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗൾഫിലെ ജീവിതം മുഴുവൻ, ഗൾഫിൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് നേരിടുന്ന മുഴുവൻ പരീക്ഷകളെയും അദ്ദേഹം അതിജീവിക്കുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, തൻ്റെ സ്വന്തം രാജ്യത്ത്, താൻ ഏത് രാജ്യത്തെ പൗരനായിരിക്കുന്നുവോ, താൻ ഇന്ത്യ മഹാരാജ്യത്തിൽ തനിക്ക് വിജയിയായി തീരണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ടാണ്
ഗൾഫിൽ 20, 30, 40 കൊല്ലം അയാൾ ജീവിച്ചാലും അയാളുടെ മനസ്സ് ഒരിക്കലും ഗൾഫിൽ തങ്ങി നിൽക്കുന്നില്ല. ഒരു പ്രവാസിയുടെ മനസ്സറിയാവുന്നവർക്ക്, ഒരു പ്രവാസിയുടെ ഹൃദയം അറിയാവുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ചില പ്രവാസികൾ പറയുന്നത് കാണാം, തൻ്റെ കുടുംബത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഇത്രയും സ്ഥലം വാങ്ങുക. തൻ്റെ അപ്പൻ്റെ നടക്കാതെ പോയ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ഭവനം വയ്ക്കുക. തൻ്റെ മക്കളുടെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു വീട് വാങ്ങിക്കുക. തൻ്റെ ഭാര്യയുടെ ഒരു അഭിലാഷമാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുക. ഇങ്ങനെ തൻ്റെ കുടുംബത്തിലുള്ളവരുടെ സ്വപ്നങ്ങൾ സ്വന്തം സ്വപ്നമാക്കി മാറ്റി അയാൾ അവിടെ ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിനു സമാനമായ ഒരു ജീവിതമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മളുടെ ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്. ഈശോ ഇവിടെ ആയിരുന്ന സമയത്ത് നമുക്ക് നൽകിയൊരു വാഗ്ദാനം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ വചനം ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ആ തൻ്റെ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള തൻ്റെ മുഴുവൻ ചിന്തയും നമ്മളിലേക്ക് പകരുവാൻ വേണ്ടി പറഞ്ഞ വചനമാണ്. ഗൾഫിൽ ഒരാൾ വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വീട് വാങ്ങിക്കുമ്പോൾ സാധാരണ വീട് അവിടെ വാടകയ്ക്കാണ് വാങ്ങുക. ഒരു വീട് വാടകയ്ക്ക് വാങ്ങുമ്പോൾ അയാൾ ഒരിക്കലും ആ വീടിനെ തൻ്റെ സ്വന്തം വീടെന്ന് പറയാറില്ല. ചില വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ വീട് സ്വന്തമായി വാങ്ങാറുണ്ട്. എന്നാൽ ഈ സ്വന്തമായി വാങ്ങുന്ന വീട് പോലും അദ്ദേഹം തൻ്റെ സ്വന്തം സ്വപ്ന ഭവനമെന്ന് ഒരിക്കലും വിളിക്കാറില്ല. എനിക്കറിയാവുന്ന നിരവധി പ്രവാസികൾ, ചില വിദേശ രാജ്യങ്ങളിൽ സ്വന്തമായി വീടെടുത്തിട്ടുള്ളവർ, അവരവരുടെ സ്വപ്ന ഭവനം പണിയുന്നത് എപ്പോഴും നാട്ടിലായിരിക്കും. ഞാൻ കണ്ട എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിന് സ്വന്തമായി അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് വീടുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ പൗരത്വം വരെ കിട്ടാവുന്നതിൻ്റെ തൊട്ടടുത്തെത്തി നിൽക്കുന്ന സമയമാണ്. സ്ഥിരമായി താമസിക്കാനുള്ള അനുവാദമുണ്ട്. എന്നാൽ ഈ സുഹൃത്ത് തൻ്റെ വീട്ടിലൊരു പ്ലാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചാൽ, മനോഹരമായ കേരളീയ ശൈലിയിലുള്ള ഒരു കൊട്ടാരം പോലെ തോന്നിക്കുന്ന, ഒരു ബംഗ്ലാവ് പോലെ തോന്നിക്കുന്ന ഒരു ഭവനം. ഈ ഭവനത്തിൻ്റെ ഓരോ തൂണുകളും എത്ര വലിപ്പമുള്ളതാണെന്ന് അദ്ദേഹത്തിന് കാണാതെ അറിയാം. അതിലെ ഓരോ മുറിയുടെയും നീളവും വീതിയും അദ്ദേഹത്തിന് അറിയാം. ആ നാട്ടിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അവിടെ അദ്ദേഹത്തിന് സ്വന്തമായൊരു വീടുണ്ടെങ്കിലും അദ്ദേഹം നാട്ടിലെ തൻ്റെ സ്വപ്ന ഭവനം പണിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതാണ്, വാർദ്ധക്യം നാട്ടിൽ ചെലവഴിക്കണം. കുറേയൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് വീടും പറമ്പുമൊക്കെയായി നാട്ടിലെ സുഹൃത്തുക്കളോടൊപ്പം ബന്ധുക്കളോടൊപ്പം ആയിരിക്കണം. വാർദ്ധക്യകാലം അവിടെ കഴിയണം. പ്രിയമുള്ളവരെ, ഇതാണ് സ്വന്തം ഭവനത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന, സ്വന്തം നാട്ടിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മനസ്സ്. ഒരു നിമിഷം നിൽക്കണമേ. എത്ര കൊല്ലമായി ഭൂമിയിൽ ജീവിക്കുന്നു? എപ്പോഴെങ്കിലും യേശു വാഗ്ദാനം ചെയ്ത സ്വർഗനാട്ടിലെ ഒരു വീടിനെ കുറിച്ച്, അതിൻ്റെ ഷെയ്പ്പ് എന്താണെന്ന് നമുക്കറിയില്ല, ഭൂമിയിലെ വീട് പോലെയാണോ എന്ന് നമുക്കറിയില്ല, വാസസ്ഥലമെന്നാണ് യേശു പറഞ്ഞത്. എപ്പോഴെങ്കിലും അതിൻ്റെ വലിപ്പം കൂട്ടുന്നതിനെക്കുറിച്ച്, അതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്വപ്നങ്ങളിൽ എവിടെയെങ്കിലും സ്വർഗത്തിലെ ഇടം മനോഹരമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവിടുത്തെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ കൊച്ചു ത്രേസ്യയൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് തന്ന മാതൃക അതാണ്. ഇന്നു മുതലെങ്കിലും
നമ്മളുടെ ഈ ഭൂമിയിലെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതൊക്കെ മനോഹരമായിട്ട് ചെയ്യണം, അതൊക്കെ നന്നായിട്ട് ചെയ്യണം, അതെല്ലാം ശരിയാണ്. പക്ഷേ ഓരോ മനോഹരമായ പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിൽ നിന്ന് സ്വർഗത്തിലെ വീട്ടിലേക്ക് ഒരു ചെറിയ നിക്ഷേപം ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കണം. കൊച്ചു ത്രേസ്യ വീട്ടിലുള്ള അല്ലെങ്കിൽ കോൺവെന്റിലുള്ള ഒരു കടലാസ് കഷ്ണം എടുത്ത് ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുമ്പോൾ ആ പ്രവൃത്തി സ്വർഗത്തിൽ തനിക്കൊരു പുഷ്പമായി മാറണം എന്ന് ആഗ്രഹിച്ചിരുന്നയാളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഇന്നും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു കഞ്ഞി തിളപ്പിക്കുമ്പോൾ, നാം നമ്മുടെ വീട്ടിലുള്ള ആ തറയൊന്ന് തുടയ്ക്കുമ്പോൾ ആ പ്രവൃത്തി പോലും നമുക്ക് സ്വർഗത്തിൽ ഒരു പൂവായി മാറ്റാമെന്ന് അറിയാമായിരുന്നിരിക്കെ ആ പ്രവൃത്തിയെ സ്വർഗത്തിലേക്ക് സമർപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കാറില്ല. നമ്മളുടെ സമ്പാദ്യത്തിലെ ഒരു വിഹിതം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അത് അനേകം മടങ്ങ് സ്വർഗത്തിൽ നമുക്കൊരു സമ്പാദ്യമായി തീരുന്നു എന്ന് നമുക്കറിയാമെങ്കിലും അത് നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല. നമ്മളുടെ അടുക്കൽ തെറ്റ് ചെയ്യുന്ന ഒരാളോട് ക്ഷമിക്കുമ്പോൾ ആ തെറ്റ് ചെയ്യുന്ന ആളോട് ക്ഷമിക്കുന്നതിലൂടെ സ്വർഗത്തിൽ നമ്മളുടെ ഭവനത്തിന് മാറ്റുകൂടുകയാണെന്ന കാര്യം നമ്മൾ ഓർക്കുന്നില്ല. ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന ചെറുതും വലുതുമായ നിരവധി പ്രവൃത്തികളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളൊരു ഹൃദയം നമ്മൾ കാത്തു സൂക്ഷിക്കുവാൻ തുടങ്ങുമ്പോൾ, ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴും ഇതെല്ലാം നമ്മളുടെ സ്വർഗീയ ഭവനത്തിൻ്റെ കല്ലുകളായി മാറുകയാണ്, ആ ഭവനത്തിൻ്റെ ഭിത്തിയായും തൂണുകളായും മാറുകയാണ് എന്ന് ഒരു ബോധ്യത്തോടെ നമുക്കിവിടെ ജീവിക്കുവാൻ സാധിച്ചാൽ, ഓരോ നിമിഷവും സ്വർഗീയ ഭവനം പണിയുവാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാനുണ്ട് എന്നൊരു ചിന്തയോടുകൂടി ജീവിക്കുവാൻ സാധിച്ചാൽ, ആ ചിന്ത നമ്മളുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചാൽ, സ്വർഗത്തിൽ വീട് പണിയുന്നവൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമി അവൻ സ്വർഗമാക്കി മാറ്റും എന്ന ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിച്ചവരാണ് ഈ ഭൂമിയിലെ വിശുദ്ധരെല്ലാം. അവർ ഈ ലോകത്തിൽ എന്തെങ്കിലും ഉപേക്ഷിച്ചെങ്കിൽ അതവർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമായി തീരുന്നതിന് വേണ്ടിയാണ്. അവർ ഭക്ഷണം ഉപേക്ഷിച്ചെങ്കിൽ, അവരുടെ സമയവും അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്രമവും അവർ ഉപേക്ഷിച്ചെങ്കിൽ, അതെല്ലാം ദൈവ ആരാധനയ്ക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കുമായി മാറ്റിവെച്ചെങ്കിൽ ആ സമയത്ത് അവർ സന്തോഷിക്കുകയാണ്. ഒരു ഗൾഫിലെ പ്രവാസിയെ പോലെ എൻ്റെ വീട്ടിൽ സമ്പാദ്യമുണ്ടാകുന്നു എന്ന വലിയ സന്തോഷം. ഈ ഉൾക്കാഴ്ചയില്ലാതെ ജീവിക്കുന്ന ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്ത്യാനി അല്ല. അവൻ പ്രത്യാശയിൽ ജീവിക്കുന്നവനുമല്ല, യേശുവിൻ്റെ ഈ വാഗ്ദാനം ശ്രദ്ധിക്കുന്നവനുമല്ല. അതിനാൽ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. തിരക്ക് പിടിച്ച് ഈ ലോകത്തിൽ എൻ്റെ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരക്ക് പിടിച്ച് പോകുന്നത് എങ്ങോട്ടാണെന്ന് പോലും അറിയാതെയാണ് ഞങ്ങളുടെ ജീവിതം. എന്നാൽ തിരക്കിട്ട് ചെയ്യുന്ന സകല പ്രവൃത്തികളും സ്വർഗത്തിൽ ഞങ്ങളുടെ ഭവനം പണിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ മറ്റനേകം വിശുദ്ധരെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും സ്വർഗോന്മുഖമാക്കുവാൻ, സ്വർഗത്തിലെ ഭവനം പണിയുന്നതിന് വേണ്ടി ഉള്ള ഓരോ പ്രവൃത്തികളാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ബോധത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.